കർത്താവേ, അപ്പൊ ഉറപ്പായി എനിക്കും കിട്ടും. രാമേട്ടന് തൊഴിയാണെങ്കിൽ എനിക്ക്. ഈശോയെ, ഇതിനാണോ പെട്ടെന്ന് ഇവിടെ എത്താൻ പറഞ്ഞ്? രാമേട്ട, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനങ്ങ് തിരിച്ചു വെക്കോട്ടെ? വന്നിട്ട് സാറിനെ കാണാതെ പോയാ? വെറുതെ ആപത്ത് ക്ഷണിച്ചു വരുത്തല്ലേ പുന്നൂസേ. ഇവിടെ നിന്നാൽ അതിനേക്കാൾ ആപത്തല്ലേ രാമേട്ട? പോയാലും കിട്ടും, നിന്നാലും കിട്ടും. ഇത് അത് തന്നെയാ യമുനാമ്മയുടെ കള്ളക്കളി. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് അപകടമാണെന്ന്. ഒരു ദിവസം കൈയോടെ പിടി വീഴുവെന്ന്. ഇപ്പൊ അങ്ങനെ തന്നെ വന്ന് ഭവിച്ചില്ലേ? പക്ഷെ പാലക്കിലേട്ടോ, ഇത് അത് തന്നെയാ. കർത്താവെ, എന്റെ നെഞ്ചിനകത്തൊരു ഭൂകമ്പം പോലെ ഏതാണ്ടൊക്കെ ഇളകി മറിയുന്നല്ലോ രാമേട്ട. എനിക്ക് വയ്യ. എന്റെ കാര്യം തീർന്നു. ആ, പുന്നൂസ് എപ്പോ വന്നു? വന്നതേ ഉള്ളു സാർ. എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖം തന്നെ സാർ. ശമ്പളമൊക്കെ കിട്ടുന്നില്ലേ കൃത്യമായിട്ട്? ഉണ്ട്, കിട്ടുന്നുണ്ട്. ആ, എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? ബാലൻസ്? ഇല്ല, ഒന്നും കിട്ടാനില്ല. ഉണ്ടല്ലോ. ആത്മാർത്ഥമായി സേവിക്കുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ ആത്മാർത്ഥമുള്ളവനല്ലേ, നന്ദിയുള്ളവനല്ലേ? അപ്പൊ നിനക്ക് തരാനുള്ളതൊന്നും ബാക്കി വെച്ചുകൂടാ. എന്താ വേണ്ടത്? ചോദിച്ചോ. ഒന്നും വേണ്ടായേ. ചോദിക്കടാ. ഒന്നും വേണ്ടായേ. നീ കൊത്തുമല്ലേ? നീ ഡാനിയലെ തോപ്പിക്കാൻ നോക്കിയല്ലടാ. സാർ, എന്നെ ഒന്നും ചെയ്യരുത്. തല്ലിച്ചടക്കിയ റാസ്കല്ലേ. മതി മതി മതി, ഇവിടെ വെച്ച് ഇത്രയും മതി. കൊണ്ടുപോയി വേണ്ട എന്ന് വെച്ച് ചെയ്തോ. രാമേട്ടാ, എന്താ രാമേട്ടാ സംഭവിക്കുന്നേ? എനിക്കാകെ പേടിയാവുന്നു. രാമേട്ടന് ഒരു പിടിയും കിട്ടുന്നില്ല മോളെ. ഒന്നുറപ്പ്, എന്തോ മനസ്സിനകത്ത് പുകയുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറില്ല. ഇതുവരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേയില്ല. കടുത്തൊരു വാക്കുപോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആ എന്നെയല്ലേ. വേദന ഇപ്പൊ എങ്ങനെയുണ്ട്?
വേദന ശരീരത്തിനല്ല മോളെ, മനസ്സിനാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? വിഷമിക്കല്ലേ രാമേട്ട. രാമേട്ടൻ വിഷമിച്ച ഞാനും തളർന്നു പോവും. രാമേട്ട, അന്നമ്മ ചേർത്ത് വിളിച്ചത് ചിലപ്പോ കേട്ട് കാണുമല്ലേ? കേട്ട് കാണും. അത് തന്നെയാവും കാരണം. മോൾ എന്തിനാ കൃത്യം ആ നേരത്ത് തന്നെ അന്നാമ്മ ചേട്ടത്തിയോട് സംസാരിച്ചത്? അതല്ലേ കുഴപ്പമായത്? ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല രാമേട്ട. തന്നെയുമല്ല, ഡാനിയൽ സാർ നല്ല ഉറക്കത്തിലുമായിരുന്നു. ഉറക്കത്തിലായിരുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാം കേട്ട് കാണും. ഈശ്വര, ഇനി എന്തേലും രാമേട്ട. മോള് പേടിക്കാതിരിക്കുക. ചിലപ്പോ ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം. പുന്നൂസ് വല്ല കള്ളത്തരം കാണിച്ചു കാണും. സാർ അത് കണ്ടുപിടിച്ച് കാണും. എങ്കിൽ രാമേട്ടൻ എന്തിനാ ഉപദ്രവിച്ചത്? ഒരു പേടിയും കിട്ടുന്നില്ല. പാലക്കലിനെ അവരെങ്ങോട്ടാവും കൊണ്ടുപോയിരിക്കുക? ആർക്കറിയാം? ആ ഗുണ്ടകളെ രാമേട്ടൻ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഫ്രെഡിയെ അറിയാം, മറ്റവനെ ആദ്യമായിട്ട് കാണുക. പാലക്കലിനെ അവരിനി ഉപദ്രവിക്കൂ രാമേട്ട? കുഞ്ഞിനൊന്നും അറിയില്ല. രാമേട്ടന്റെ ഈ കണ്ണുകൾ ഒരുപാട് കണ്ടതാ. പാവം പുന്നൂസ്. ഇതിനകം അവന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും മോളെ. വേണ്ട, അയ്യോ. വേണ്ട, വേണ്ട, അയ്യോ, വേണ്ട. വേണ്ട, വേണ്ട, അയ്യോ. ആരാ ആരാത്? ഞാനാ. മോളെന്താ നിലവിളിച്ചത്? ഞാൻ സ്വപ്നം കണ്ടോ?
കുടിക്ക. What was the dream? അത് വേണ്ട. ഈ പ്രായത്തിൽ ഒരു പെണ്ണ് പേടിച്ച് നിലവിളിക്കണമെങ്കിൽ ആ സ്വപ്നം ഏത് ടൈപ്പായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. സാരല്ല, ഇനി ആ സ്വപ്നം വരില്ല കേട്ടോ. ധൈര്യമായി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഹലോ, ഞാനാ വിശാൽ. യമുന. എന്താ യമുനെ? എന്താ ശബ്ദമില്ലാതെ? എനിക്ക് ഉടനെ വിശാലിനെ കാണണം. ഉടനെ. എന്തുണ്ടായി? ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ വല്ലാതെ അപ്സെറ്റാ. വിശാലിനെ കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഐ മസ്റ്റ് മീറ്റ് യു. ശരി, ഞാൻ എവിടെ വരണം? വണ്ടർലാൻഡിൽ. എത്രയും വേഗം. ശരി. വിശാൽ, എല്ലാം അവസാനിച്ചു. എല്ലാം. എന്തു പറ്റി? ഡാനിയൽ സാർ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എല്ലാന്ന് വെച്ചാ അന്നാമ്മച്ചേട്ടത്തെയോട്ടുള്ള? അതെ വിശാൽ. എങ്ങനെ? ആരെങ്കിലും നിങ്ങളെ ഒറ്റ കൊടുത്തോ? ഇല്ല. പിന്നെങ്ങനെ? ഡാനിയൽ സാറ് മാളികയിൽ ഉണ്ടായിരുന്ന നേരത്ത് അന്നാമ്മച്ചേട്ടത്തിയുടെ ഫോൺ വന്നു. ഛേ, എന്തിനാ അവർ ആ നേരത്തെ തന്നെ? അന്നാമ്മച്ചേട്ടത്തി അറിഞ്ഞില്ലല്ലോ സാർ അവിടെ ഉണ്ടെന്ന്. സാർ നല്ല ഉറക്കത്തിൽ വരുന്നു. അതുകൊണ്ടാ എനിക്കൊക്കെ പേടിയാവുന്നു വിശാൽ. മണ്ടത്തരം കാണിച്ചിട്ട് വന്നു നിന്ന് ആല്ല പോലെ വരച്ചിട്ട് എന്താ കാര്യം? യമുനയല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? ഉറങ്ങുമ്പോ പോലും ഉൾക്കണ്ണുകൊണ്ട് എല്ലാം കാണുന്ന അത്ഭുത ജീവിയാണ് അയാൾ. ഇത്ര നാളും കൂടെ കഴിച്ചിട്ടും തനിക്കത് മനസ്സിലായില്ലേ? അതുപോട്ടെ, ഡാനിയൽ സാറ് നിങ്ങളുടെ സംസാരം മുഴുവൻ കേട്ടോ? കേട്ട് കാണണം. ആരായിരുന്നു ഫോണിലെന്ന് എന്നോട് ചോദിച്ചു. വിശാലാന്നാ ഞാൻ പറഞ്ഞത്. അപ്പോ രാമേട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. ചായക്ക് മധുരം ഇല്ലാന്നും പറഞ്ഞ് രാമേട്ടന്റെ വയറ്റിൽ ചവിട്ടി. രാമേട്ടൻ മറിഞ്ഞു വീണു. അപ്പൊ തന്നെ പാലക്കലിനെ ഫോൺ ചെയ്ത് വരുത്തി പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയോന്നൊക്കെ ചോദിച്ച് കുണ്ടുകളെ വിട്ട് തല്ലിച്ചു. യമുനയുടെ മുമ്പിലിട്ടോ? അതെ. പക്ഷെ എന്നോടൊന്നും ചോദിച്ചില്ല. എന്നെ നോക്കി ചിരിക്കായിരുന്നു. ആ ചിരി ഓർക്കുമ്പോ തന്നെ എന്റെ ശരീരമൊക്കെ വിറക്കിയ വിശാൽ. പാലക്കിലിപ്പോ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയില്ല. അന്നാമ്മച്ചേട്ടത്തിക്ക് ഫോൺ ചെയ്തിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. യമുന പറഞ്ഞതുപോലെ ഡാനിയൽ സാറിന് എല്ലാം പിടികിട്ടിയെന്ന് തോന്നുന്നു. എന്ന് കരുതി താൻ പേടിച്ച് ബോധം കെടുവൊന്നും വേണ്ട. ഏത് കൊടിയ വിഷത്തിനും ഒരു മറുമരുന്നുണ്ടാവുമല്ലോ. അന്നാമ്മച്ചേട്ടത്തിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരാശങ്ക. വിശാലൊന്ന് അന്വേഷിക്കോ? ആ പാവത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലൊരു... ഏയ്, ഒന്നും സംഭവിക്കില്ല, അങ്ങനെ വിചാരിക്കുക. എന്തായാലും ഞാൻ പോയി അന്വേഷിക്കാം. എനിവേ, ഹിയർ ആഫ്റ്റർ യമുന വളരെ വിജിലന്റ് ആയിരിക്കണം.